ലെബനോൻ്റെ കിഴക്കൻ പർവ്വതനിരകളിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഡ്രൈവർ സബയുടെ ഫോൺ നിരന്തരം ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. ആൻറ്റി ലെബനോൻ പർവ്വതനിരയുടെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ ഫോൺ എടുത്ത് നോക്കി. ഭാര്യയാണ്. ഈ സബയുടെ ഭാര്യ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വിളിക്കും. ഇന്നലെയും ഞങ്ങൾ ദീർഘമായ യാത്രയായിരുന്നു. അതിന് മുമ്പത്തെ ദിവസവും ഇത് 3-ാമത്തെ ദിവസമാണ് ഈ യാത്ര. ഈ 3 ദിവസം കൊണ്ട് സഭയുടെ ശീലങ്ങളും സഭയ്ക്ക് വരുന്ന ഫോൺ കോളുകളും അതിനോട് സഭ പ്രതികരിക്കുന്ന രീതിയൊക്കെ എനിക്ക് മനസ്സിലായി. ഭാര്യയുടെ ഫോണാണെങ്കിൽ പുള്ളി അധികം എടുക്കാറില്ല. ഭാര്യയും ഇയാൾ ഫോൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫോൺ ബെല്ലടിക്കുന്നത് ഭക്ഷണം കഴിച്ചോ, സഭയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരുന്ന് കഴിക്കാനുണ്ട്, ഈ മരുന്ന് കഴിച്ചോ, ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഭ ഫോൺ എടുത്ത് നോക്കിയിട്ട് വൈഫ് വിളിക്കുന്നുണ്ട്, മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കും. അതുകൂടാതെ ഭാര്യ വീട്ടിൽ നിന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നിടത്ത് റെസ്റ്റോറൻറ്റുകളിലൊന്നും സഭ ഇറങ്ങാറില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുക. രണ്ടാമതും ബെല്ലടിച്ചതും പുള്ളി സൈലൻ്റാക്കി. വീണ്ടും ഭാര്യ 3-ാമതും വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു. ഇതെന്തോ ഗൗരവമായ വിഷയമാണല്ലോ. അദ്ദേഹം ഫോൺ എടുത്തു, സംസാരിച്ച് തുടങ്ങി. ഇദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ബാൽബക്കൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ സമയം മൂളിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മുഖത്ത് ഒരതിശയം, ഒരു ഭാവവ്യത്യാസമൊക്കെ. ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ നേരെ നോക്കി. എന്നിട്ട് സഭ പറഞ്ഞു, മിസ്റ്റർ സന്തോഷ്, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നമ്മളിപ്പോൾ പോയ ആ ക്ഷേത്രമില്ലേ, ബാൽബക്കിലെ ബാൽദേവൻ്റെ ആ വലിയ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏതാനും മിനിറ്റ് മുമ്പ് വലിയൊരു സ്ഫോടനമുണ്ടായി, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിന്ന് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിൽ സ്ക്രോളിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു അത്രേ. അത് കണ്ട് ഇന്ന് നമ്മൾ അവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നല്ലോ. എൻ്റെ ഭാര്യ വിളിച്ചതാണ്, നിങ്ങൾ അവിടെയാണോ, അവിടെ നിന്ന് പോയോ, അതോ അവിടെ എത്തിയോ, ഇതറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. പോന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഭാര്യയ്ക്ക് ആശ്വാസമായി. എന്താണ് സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ബെക്കാവാലിയിൽ സ്ഥിരമായി സ്ഫോടനങ്ങളാണ്. ദിവസം 1-2 സ്ഫോടനങ്ങൾ നടക്കാത്ത സമയമില്ല. ഈ ബെക്കാവാലി എന്ന് പറയുന്നത് അതിമനോഹരമായൊരു പ്രദേശമാണ്. ഈ ആൻറ്റി ലെബനോൻ പർവ്വതത്തിൻ്റെ മുകളിലെ ഒരു താഴ്വാരം, സിറിയയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ലെബനോൻ്റെ കിഴക്കൻ പ്രദേശം, ഏറ്റവും ഫലഭൂയിഷ്ടമായ പ്രദേശം, എന്തും വിളയുന്ന മണ്ണ്, ഏറ്റവും സമ്പന്നരായ ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടേക്ക് സിറിയയിൽ നിന്ന് 2011-നും 2015-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ സിറിയയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ നിവൃത്തിയില്ലാതെ ISISും അവിടുത്തെ ഭരണാധികാരികളും സിറിയൻ ഭരണകൂടവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏതാണ്ട് 5 വർഷം ദീർഘിച്ചപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക. അവരിവിടെ താമസിക്കുകയാണ്. ഒപ്പം സിറിയയിലെ ഭരണാധികാരികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, പിന്തുണ നൽകിക്കൊണ്ട് ഇവിടുത്തെ ഹിസ്ബുള്ളകൾ ഇവിടെ സംഘടിക്കുന്നു. അതിനെ എതിർത്തുകൊണ്ട് ഇവിടെയുള്ള സുന്നികൾ അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. സുന്നികളുടെ ദേവാലയങ്ങളിൽ ഹിസ്ബുള്ളകൾ ബോംബ് വയ്ക്കുന്നു, തകർക്കുന്നു. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ ബെക്കാവാലിയിലെ സമാധാനം നശിച്ചിരിക്കുന്നു. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ സന്ദർശിച്ചിട്ടിറങ്ങിയത് ബെക്കാവാലിയിലുള്ള ബാൽബക്ക് എന്ന പട്ടണത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. സത്യത്തിൽ ബാൽബക്കിലേക്ക് പോകണം എന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഠിച്ചിരുന്നു, ബാൽബക്കിലേക്ക് പോകണം, അവിടുത്തെ ആ പ്രമുഖമായ ക്ഷേത്രം കാണണം. പുരാതനമായ ക്ഷേത്രം, 2000 കൊല്ലം മുമ്പത്തെ ക്ഷേത്രം. ഈ ബാൽബക്കിലെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള തെരുവിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് സഭ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര സമയം വേണം ഇവിടെ? ഞാൻ പറഞ്ഞു, ഒരു 1-1.5 മണിക്കൂർ വേണ്ടി വരും. എന്തുവാട്ടെ, ഞാൻ പാർക്കിങ്ങിലേക്ക് പോയി, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്കിങ്ങിൽ ഞാൻ പോയി കിടക്കും. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ അറിയാമല്ലോ, എന്നെ വിളിച്ചാൽ മതി. വർക്ക് കഴിയുമ്പോൾ, നിങ്ങളുടെ ഷൂട്ട് കഴിയുമ്പോൾ ഇവിടെ ഈ ഇറക്കി വിട്ട ഈ സ്ഥലത്ത് വന്ന് നിൽക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക, ഞാനിവിടെ വന്ന് നമ്മൾ യാത്ര തുടരും. അദ്ദേഹം പാർക്കിങ്ങിലേക്ക് പോകുന്നത് ഭക്ഷണം കഴിക്കാനും കൂടിയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭാര്യ കൊടുത്തു വിട്ട ചിട്ടയായ ഭക്ഷണം. അപ്പോൾ എനിക്ക് ഭക്ഷണമില്ല. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴിയോരങ്ങളിൽ 1-2 റെസ്റ്റോറൻറ്റുകൾ കണ്ടു. ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്, വലിയ വിശാലമായ റെസ്റ്റോറൻറ്റുകളൊന്നുമല്ല. ഒരു തട്ടുകടയുടെ മുതിർന്ന രൂപം. പക്ഷേ വഴിയരികിലല്ല, ഉള്ളിൽ കെട്ടിടത്തിനകത്ത് തന്നെയാണ്. അതിലൊരു റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി ചെന്നു. അൽ ഖയാം റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ റെസ്റ്റോറൻറ്റിൽ കുബൂസാണ് പ്രധാനമായിട്ടും വയ്ക്കുന്നത്. അതായത് അറബി റൊട്ടി അറിയാമല്ലോ, ആ അറബി റൊട്ടിയുമുണ്ട്, പിന്നെ കുറച്ച് മാംസ വിഭവങ്ങളുമുണ്ട്. അപ്പോൾ ഈ മാംസ വിഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല,
അവിടെ ഇങ്ങനെ ഒരു ചില്ല അലമാരിക്കകത്ത് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതെന്താ സാധനം. അപ്പോൾ അദ്ദേഹം അവരുടെ ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, ഇംഗ്ലീഷിൽ പറയാമോ? അപ്പോൾ അതിലെ ഒരാൾക്ക് കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഗോട്ട്, ആടാണെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണ് അയാൾ പറയുന്നത്, ഗോട്ട്, ഓക്കെ, ആട്. ഇത് ആടിൻ. അപ്പോൾ ഇതെല്ലാം 3-4 പ്ലേറ്റിലിരിക്കുന്നത് ആടാണ്. തന്നെയല്ല അതിൻ്റെ നിറം കടും കറുപ്പ് നിറമാണ് ഇതിന്. എന്നുവെച്ചാൽ ആടിൻ്റെ ഇറച്ചി ഇങ്ങനെ വരാൻ കാര്യം എന്താണെന്നുള്ള സംശയത്തിൽ ഞാനിങ്ങനെ സംശയത്തോടെ നിൽക്കും. അദ്ദേഹം പറഞ്ഞു ഇത് ആടിൻ്റെ ലിവറാണ്. അപ്പോൾ ഇതിങ്ങനെ ചങ്കിനകത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ലിവർ. അപ്പോൾ എനിക്ക് ലിവറാണെന്ന് മനസ്സിലായി. അടുത്തത് അയാൾ നാക്ക് നീട്ടി കാണിച്ചു. നാക്ക് നീട്ടി പറഞ്ഞു ആടിൻ്റെ നാവാണ്. അടുത്തത് മൂന്നാമതൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരാനും കാണിച്ചു തരാനും പുള്ളിക്ക് ആകെ ഒരു മടി. വേറൊരാൾ, ധൈര്യമുള്ള ഒരാൾ വന്നിട്ട് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞും കാണിച്ചും തന്നു. ആ സംഭവം ഇതാണ്, ആടിൻ്റെ ലൈംഗികാവയവമാണ്, അത് വറുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അദ്ദേഹം എങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും ഞാൻ ലിവർ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മറ്റൊന്നും പരീക്ഷിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും അതായിരുന്നില്ല. അപ്പോൾ ഇവർ തരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുബൂസിനെ ഒന്ന് നടുവെ പിളർന്നിട്ട് അതിനകത്തേക്ക് ഈ കരൾ വറുത്തത് ഇതിനകത്തേക്ക് നിറച്ചിങ്ങോട്ട് തരും. പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്യും. കുറച്ച് തക്കാളിയും അരിഞ്ഞ് ഇതിനകത്തിടും. എന്നിട്ട് ഇങ്ങനെ തരും. അതൊരു സാൻഡ്വിച്ച് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. ഞാൻ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരുന്ന് കഴിച്ചു, പൈസയും കൊടുത്തു, ഇറങ്ങി. പിന്നെ അങ്ങ് നടക്കുമ്പോൾ നടക്കുന്ന റോഡിൻ്റെ 2 വശത്തും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കച്ചവടക്കാരുടെ പീടികകളാണ്. പലവിധ സാധനങ്ങളുണ്ട്, സുവനീറുകൾ, പലതരം ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ മാപ്പും ഫോട്ടോകളും ബുക്കുകളും ഒക്കെ വിൽക്കാനായിട്ട് വന്നു. അപ്പോൾ എനിക്കവിടെ ഗൈഡില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലുള്ള ഒരു ഗൈഡ് ബുക്ക്, ചെറിയൊരു ഗൈഡ് ബുക്ക് മാപ്പോട് കൂടിയുള്ളത് വാങ്ങി. കാരണം നമ്മുടെ മുന്നിൽ കാണുന്നത് വലിയൊരു കോംപ്ലക്സാണ്, പുരാതനമായ നിർമ്മിതികളുടെ കോംപ്ലക്സ്, നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു കോംപ്ലക്സ്. ഇതിൽ ഓരോ ക്ഷേത്രവും എന്താണ്, ഓരോ പുരാവസ്തുവും പുരാതന നിർമ്മിതിയും എന്താണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഏതായാലും ഒരു മാപ്പ് വാങ്ങിച്ച്, മാപ്പും ഈ ബുക്കും കൂടെ, ഗൈഡ് ബുക്കും കൂടെ വാങ്ങി ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. നമ്മൾ ഈ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് വീനസ് ക്ഷേത്രമാണ്. വീനസ് ദേവൻ്റെ ക്ഷേത്രം. റോമാക്കാലത്ത് റോമന്മാർ ഇവിടം ഭരിച്ചിരുന്ന കാലത്ത് പണിത ക്ഷേത്രം. റോമന്മാർ ഇവിടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലെബനോനും സിറിയയുടെ ഒരു ഭാഗവും ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമെല്ലാം AD ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ BCയുടെ അവസാന നാളുകളിലൊക്കെ റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു. അതാണല്ലോ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമാക്കാരുടെ ഭരണമായിരുന്നു, റോമൻ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു അന്ന് ഈ പ്രദേശമാകെ. അവിടെ പീലാത്തോസിൻ്റെ ഭരണകാലം ഒക്കെ ആയിരുന്നു ഇസ്രായേലിൽ, അല്ലെങ്കിൽ അന്നത്തെ യൂദയ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടവും അവർ ഭരിച്ചിരുന്ന കാലത്താണ്. ഈ ലെബനോനൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണല്ലോ. ആ കാലഘട്ടത്തിൽ പണിത ഒരു വലിയ ക്ഷേത്രമാണ് ഈ വീനസ് ദേവൻ്റെ ക്ഷേത്രം. ആ കാലഘട്ടത്തിൽ ഇവിടെ 3 പ്രധാന ക്ഷേത്രങ്ങളുണ്ടായിരുന്നത്. അതായത് റോമാക്കാർ ഈ പ്രദേശമെല്ലാം ഭരിച്ചിരുന്ന കാലത്ത് റോമൻ വിശ്വാസങ്ങളും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, റോമൻ ദേവതകളെ ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ കോളനിവൽക്കരിച്ചപ്പോൾ അവരുടെ വിശ്വാസങ്ങളോട് സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ യുദ്ധത്തിലൂടെ ആ പ്രദേശം കീഴടക്കിയതിന് ശേഷം അവിടെ മതം വ്യാപിച്ചു എന്ന് പറയുന്നത് പോലെ, റോമാക്കാർ ഈ പ്രദേശം കീഴടക്കിയ കാലത്ത് റോമൻ വിശ്വാസങ്ങളും കൂടെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അവരുടെ ക്ഷേത്രങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ആ വിശ്വാസത്തിലേക്ക് മാറി. കൂടാതെ അവിടെ നിന്ന് വന്നവരും ഇവിടെയുള്ളവരും എല്ലാം ചേർന്ന വിശ്വാസികളുടെ സമൂഹങ്ങൾ ഇവിടെ രൂപം കൊണ്ടു. അങ്ങനെ വീനസ്, ജൂപ്പിറ്റർ, മെർക്കുറി, ഈ ദേവന്മാർക്കുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഓരോ ദേവന്മാരും ഓരോ പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. ചിലത് വിളവിൻ്റെ ദേവനാണ്, വേറെ ചിലത് സമ്പത്തിൻ്റെ ദേവതയാണ്, മറ്റ് ചില ദേവതകൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും ദേവതയാണ്, മറ്റ് ചില ദേവന്മാർ വീഞ്ഞിൻ്റെ, ലഹരിയുടെ ദേവതമാരുണ്ട്. ഇങ്ങനെ പല ദേവതമാരുണ്ടായിരുന്നു അന്നത്തെ വിശ്വാസത്തിൽ. പക്ഷേ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം, അത്രയും മഹത്തായ റോമാ സാമ്രാജ്യത്തിൻ്റെ ദേവതകൾ പോലും 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്രസക്തരായിപ്പോയി. ഇന്ന് നമ്മൾ ആ ബാൽബക്കിൽ കാണുന്ന ക്ഷേത്രങ്ങൾ കാണുമ്പോൾ ഇന്നത്തെ മനുഷ്യർക്ക് അത്തരമൊരു ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയില്ല. 2000 കൊല്ലം മുമ്പ് അത്ര പ്രബലമായ ദേവന്മാർ, ആ ദേവതകളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാരും ഭടന്മാരും അവരുടെ കരുത്തും അവരുടെ വിശ്വാസ സമൂഹവും എല്ലാം ആ ദേവനുൾപ്പെടെ 2000 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പം വെറും കെട്ടുകഥകളായി മാറി.
ഈ വിശ്വാസങ്ങളുടെ പലതിൻ്റെയും കാര്യം ഇത്രയേ ഉള്ളൂ, 1000 കൊല്ലവും 2000 കൊല്ലം കഴിയുമ്പോഴെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത്തരം ചരിത്ര സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ചരിത്രം നമ്മളെ റിഫൈൻ ചെയ്യുന്നത് പലപ്പോഴും. അതുപോലെ തന്നെ ഫിനീഷ്യന്മാരുടെ ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നു. ഫിനീഷ്യന്മാരുടെ ദേവതയായിരുന്നു ബാൽദേവൻ. ബാൽദേവൻ്റെ വലിയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ഒട്ടോമാൻ തുർക്കികൾ ഈ പ്രദേശമാകെ, പ്രത്യേകിച്ച് തെക്കൻ യൂറോപ്പും ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളും ആഫ്രിക്കയുടെ വലിയൊരു ഭാഗവും എല്ലാം ഓട്ടോമൻ തുർക്കികളുടെ അധീനതയിൽ വരുന്നതിന് മുമ്പ് അത്ര ശക്തമായി ഈ പ്രദേശമാകെ ഭരിച്ചിരുന്നത് ബൈസൻറ്റൈൻകാരായിരുന്നു. ഈ ബൈസൻറ്റൈൻ യുഗത്തിലാണ് ഈ പ്രദേശത്തൊക്കെ ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ വളർന്നത്. ആ ബൈസൻറ്റൈൻ കാലഘട്ടത്തിൽ ഇത് ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്നു, ക്രിസ്ത്യൻ ചർച്ചായി മാറി. അങ്ങനെ പല കാലഘട്ടങ്ങളിൽ പല ദൈവങ്ങൾക്ക്, പല വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന അവരെ ആരാധിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. നമ്മൾ വീനസ് ദേവൻ്റെ ആ ചെറിയ ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് പിന്നെ കുറേ പടിക്കെട്ടുകൾ കയറുകയാണ്. അതൊരു പൂമുഖത്തേക്കാണ് കയറുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തൂണുകളാണ്, കൂറ്റൻ തൂണുകൾ. ഏതാണ്ട് 6 നിലയോ 7 നിലയോ ഉള്ള കെട്ടിടത്തിൻ്റെ ഉയരമുള്ള തൂണുകൾ. ആ തൂണുകളുടെ ചുവട്ടിൽ നിൽക്കുന്ന സഞ്ചാരികളുടെ രൂപമായിട്ട് താരതമ്യപ്പെടുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും. 500 ടണ്ണാണ് അതിൽ ഓരോ തൂണിൻ്റെയും ഭാരം. അത്തരത്തിൽ 100 കണക്കിന് തൂണുകൾ കൊണ്ടാണ് അത് കൊളനേഡുകളായിരുന്നു അതിന് ചുറ്റും ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് കുറേ സ്റ്റെപ്പുകൾ കയറി പ്രൊപ്പീലിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പ്രൊപ്പീലിയ എന്ന് പറയുന്ന പടിപ്പുരയാണ്. പിന്നെ നമ്മൾ ചെല്ലുന്നത് ഹെക്സഗൺ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലേക്കാണ്. 6 മുഖങ്ങളുള്ള ഒരു നടുമുറ്റം, ഹെക്സഗൺ കോർട്ട്യാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഗ്രേറ്റ് കോർട്ട്യാർഡിലേക്കാണ്. അത് കഴിഞ്ഞ് ചെല്ലുമ്പം ഗ്രേറ്റ് കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ചുറ്റോട് ചുറ്റും ഈ വമ്പൻ തൂണുകൾ നിരയൊപ്പിച്ച് നിന്നിരുന്ന നിരവധി ബാൽക്കണികൾ ഉള്ളിലേക്കുണ്ടായിരുന്ന വലിയൊരു മുറ്റമാണ്, വലിയൊരു സ്ക്വയറാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. അതായിരുന്നു പ്രധാന പ്രവർത്തന കേന്ദ്രം. അതായത് ഈ ക്ഷേത്രത്തിലെ പലതരം ബലികൾ നടന്നിരുന്നത്, അതുപോലെ തന്നെ പൂജാരിമാർ കാത്തു നിന്നിരുന്നത്, പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ട ചില സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതൊക്കെയായ ക്ഷേത്രത്തിൻ്റെ ഒരു നടുമുറ്റം എന്ന് പറയുന്ന ഭാഗമാണിത്. ഈ നടുമുറ്റം അതിവിശാലം, ഒരു 3-4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്. അതിനുള്ളിൽ നിരവധി ഫെസിലിറ്റികൾ അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹെക്സഗൺ കോർട്ട്യാർഡിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ പിന്നെ വലിയൊരു മുറ്റം. ഈ വലിയ മുറ്റത്തിൻ്റെ ചുറ്റും മുമ്പേ പറഞ്ഞതുപോലെ 6-7 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള തൂണുകൾ ഉയർന്നു നിന്നിരുന്നു. ഇനി അതെല്ലാം തകർന്ന് നിലത്ത് വീണ് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ എല്ലാം ചുവടുകളുണ്ട്, അതിൻ്റെ തറകളുണ്ട്. ഈ ഓരോ തൂണും നാട്ടിയിരുന്നത് ഏതാണ്ട് 1.5 ആൾ പൊക്കമുള്ള കൂറ്റൻ കല്ലുകൾ വെട്ടി കൊത്തി ഒരുക്കി വെച്ച ഒരു തട്ടിലാണ്, അല്ലെങ്കിൽ ഒരു തറയിലാണ്. ആ തറ പണിതിരിക്കുന്നത് തന്നെ അത്ഭുതകരമായ രീതിയിലാണ്. ഈ ഗ്രേറ്റ് കോർട്ട്യാർഡിൻ്റെ ചുറ്റോട് ചുറ്റും 500 ടൺ വീതം ഭാരമുള്ള 128 തൂണുകൾ ഇങ്ങനെ നിരന്നു നിന്നിരുന്നു. ഈ 128 തൂണുകളുടെയും മുകളിൽ അതിഭീമാകാരങ്ങളായ ബീമുകളുണ്ടായിരുന്നു. നമ്മുടെ ഒരു സാധാരണ ഇന്നോവ കാറിൻ്റെ ഉയരവും വണ്ണവും വീതിയുമുള്ള കല്ലിൻ്റെ ബീമുകൾ നിരത്തി വെച്ചിരുന്നു. ഇതെങ്ങനെ ഉയർത്തി മുകളിൽ കയറ്റി എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന മട്ടില്ല. അത് പലതും ഇന്ന് അടർന്ന് നിലത്ത് കിടക്കുകയാണ്. അത്ര ഭീമാകാരമായ ഒരു കോർട്ട്യാർഡായിരുന്നു. ഈ ഗ്രേറ്റ് കോർട്ട്യാർഡിൻ്റെ പല സ്ഥലങ്ങളിലും മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽ 1-2 സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളും പിന്നീട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക്, ഗവേഷകർക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ഇവിടെ നരബലി നടന്നിരുന്നു എന്ന്. പക്ഷേ നരബലി നടന്നു എന്ന് തെളിയിക്കുന്ന മറ്റ് തെളിവുകളൊന്നും കിട്ടിയില്ല. മനുഷ്യാസ്ഥികൂടങ്ങൾ കിട്ടിയത് മറ്റെന്തെങ്കിലും കാരണത്താൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സംസ്കരിച്ചതോ മറ്റോ ആവാം എന്നൊക്കെയാണ് പിന്നീടുള്ള കൺക്ലൂഷൻ. ഇത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ ചെല്ലുന്ന ഈ ഗ്രേറ്റ് കോർട്ട്യാർഡിന് അകത്തൂടെ നേരെ മുമ്പോട്ട് നടന്നാൽ നമ്മൾ വലിയ സ്റ്റെപ്പുകൾ, പടിക്കെട്ടുകളിലേക്ക് ചെല്ലുകയാണ്. ഈ പടിക്കെട്ടുകൾ കയറി ചെല്ലുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കൂറ്റൻ കൽത്തൂണുകൾ. ഈ വെറുതെ തൂണങ്ങ് നാട്ടി വെച്ചിരിക്കുകയല്ല, നല്ല സുന്ദരമായ കൊത്തുപണികളോടൊരു മുകളിൽ ക്യാപിറ്റലും പൂക്കളുടെ ദളങ്ങൾ പോലത്തെ ക്യാപിറ്റലും എല്ലാം ഉള്ള ഭീമാകാരൻ തൂണുകളാണ് പിന്നെ കയറി ചെല്ലുന്നത്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇന്ന് അവശേഷിക്കുന്ന അതിൻ്റെ കുറേ തൂണുകൾ മാത്രമാണ്. ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രം അതായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രം. ആ ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ കയറി ചെല്ലാം. നിരവധി സ്റ്റെപ്പുകൾ, ഏതാണ്ട് ഒരു 2 ആൾ ഉയരത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പുകൾ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രേറ്റ് കോർട്ട്യാർഡ്, അതിൻ്റെ പിന്നിൽ ഹെക്സഗൺ കോർട്ട്യാർഡ്, ഇതൊക്കെ നമുക്ക് കാണാം. അതിലൂടെ നടന്നു വരുന്ന മനുഷ്യരുടെ വലിപ്പമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കിതിൻ്റെ ആ ഭീമാകാരത്തെ മനസ്സിലാവും. ഈ ജൂപ്പിറ്റർ ദേവനായിരുന്നു ഇവിടുത്തെ ഒരു ദീർഘകാലം ഇവിടുത്തെ പ്രധാന ദേവത. ആ ദേവൻ്റെ ക്ഷേത്രമായിരുന്നത്. അതിനും ഈ പറഞ്ഞതുപോലെ 10-50-ലേറെ ഇത്തരം തൂണുകൾ ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം അതായിരുന്നു.
കൂടാതെ മുകളിൽ കല്ല്, കൂറ്റൻ ശിലകൾ കൊണ്ടുള്ള ബീമുകൾ, അതിനു മേലെ മേൽക്കൂര. ഇതൊക്കെ ഏതോ കാലഘട്ടത്തിൽ തകർന്ന് താഴെ വീണു. ഭൂകമ്പത്തിലാവാം, അല്ലെങ്കിൽ മറ്റ് പല കാലഘട്ടങ്ങളിൽ ഭരണം മാറി വന്നപ്പോൾ ആക്രമിച്ച് ഈ കല്ലുകൾ തകർത്തെടുത്ത് മറ്റ് കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും പണിയാൻ കൊണ്ടുപോയതുമാവാം. അവിടെ നിന്ന് വീണ്ടും നമുക്ക് നടന്ന് അടുത്ത ഒരു കോമ്പൗണ്ടിലേക്ക് ചെല്ലുകയാണ്. മതിൽക്കെട്ടിന് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു ദേവതയുടെ ക്ഷേത്രമുണ്ട്. ബാക്കസ് ദേവൻ്റെ ക്ഷേത്രമാണ്. ഈ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രം ഇന്ന് ഏതാണ്ട് പൂർണ്ണതയോടെ നിൽക്കുക. മേൽക്കൂര ഇല്ലെന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഏതാണ്ട് പെർഫെക്റ്റായിട്ട് നിൽക്കുകയാണ്. 2 ആൾ പൊക്കത്തിലുള്ള ഈ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ തറനിരപ്പിലേക്ക് എത്തുക. ഈ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രത്തിന് മൊത്തത്തിൽ 10 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളത്. 10 നില കെട്ടിടം. കോൺക്രീറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം, സ്റ്റീൽ കൊണ്ട് കെട്ടിടങ്ങൾ പണിയാത്ത കാലം, വെറും കല്ലുകൊണ്ട് കൊത്തിയ കൂറ്റൻ തൂണുകളിൽ ബീമുകൾ സ്ഥാപിച്ച് മേൽക്കൂരകൾ സ്ഥാപിച്ച് 10 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഈ ക്ഷേത്രം 2000 കൊല്ലം മുമ്പ് മനുഷ്യൻ നിർമ്മിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര ഗംഭീരമായ സാങ്കേതിക വിദ്യയിൽ, ഇത്ര ഗംഭീരമായ വിൽ പവറിൽ, ഇത്ര ഗംഭീരമായ ഭരണത്തിൻ്റെ പിൻബലത്തിൽ പണിത ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ഇന്ന് വിസ്മൃതിയിലായിപ്പോയി. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു. മനോഹരമായ കാഴ്ച. മേൽക്കൂരയില്ലെങ്കിലും അതിൻ്റെ ചുവരുകൾ, അതിനുള്ളിലെ തൂണുകൾ, അതിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ നിർമ്മാണ ഗാംഭീര്യം, ഇതെല്ലാം കണ്ട് അകത്തൂടെ നടന്നു. അതിനൊരു ഓൾട്ടറുണ്ട്, അൾത്താരയുണ്ട്. അൾത്താരയ്ക്കകത്ത് കയറി ചിത്രീകരിക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ്. കുറേയേറെ നേരം ആ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു. ഈ ബാക്കസ് ദേവൻ്റെ ക്ഷേത്രം ശരിക്കും ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തേക്കാൾ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണതയോടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണതയോടെയുള്ള ഒരു ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും. അതുകൂടാതെ അവിടെ ഭൂഗർഭത്തിൽ ചില ടണലുകളുണ്ട്, ഗുഹകളുണ്ട്, ബലി കൊടുക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന സ്ഥലങ്ങളുണ്ട്, നിരവധിയായ അനുബന്ധ നിർമ്മിതികളുണ്ട്. ഇതെല്ലാം കണ്ടു തീർക്കാൻ 1.5 മണിക്കൂർ പോരാ. പക്ഷേ ഇനിയും കുറേ കാഴ്ചകളിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി സഭയെ വിളിച്ചു. അധികം താമസിയാതെ സഭ വന്നു. അങ്ങനെ ഈ കാഴ്ചയും കണ്ട് സഭയുടെ കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുമ്പോൾ കുറേ പോയി കഴിയുമ്പോഴാണ് ആദ്യം ഞാൻ പറഞ്ഞ ആ ഫോൺ കോൾ വരുന്നത്. സഭയുടെ ഭാര്യയുടെ ഫോൺ കോള്. നിങ്ങൾ എവിടെ എത്തി? നിങ്ങൾ ബാൽബയ്ക്ക് പോയിരുന്നോ? അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായിന്ന്. ഈ ബെക്കാവലിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള സംഘർഷങ്ങളൊന്നും നമ്മുടെ ക്യാമറയിൽ പതിയുന്നില്ല. നമ്മൾ കാണുന്നത് ശാന്തസുന്ദരമായ പ്രദേശങ്ങളാണ്, കൂറ്റൻ മലയുടെ താഴ്വാരങ്ങളാണ്, അവിടുത്തെ ചെറിയ ചെറിയ പട്ടണങ്ങളാണ്, അവിടുത്തെ സമ്പന്ന വീടുകളാണ്, ചില സ്ഥലങ്ങളിൽ നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ ഓടി സാറ എന്ന് പറയുന്നൊരു പ്രദേശത്തേക്ക് എത്തുകയാണ്. KSARA, സാറ. ഈ സാറ പ്രദേശം ഇവിടുത്തെ വൈനിൻ്റെ കേന്ദ്രമാണ്. മുന്തിരി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന കേന്ദ്രം. മുന്തിരിത്തോട്ടങ്ങൾ മാത്രമല്ല, വൈൻ സെല്ലാറുകളുണ്ട്. അതിലെ ഒരു വൈൻ സെല്ലാറ് കാണണം. അത് നമ്മുടെ ഈ യാത്രയുടെ ഒരു ഭാഗമാണ്. ഈ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിലൂടെ ഓടി ഒരു വലിയ വൈൻ സെല്ലാറിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. 1857 ജെസ്യൂട്ട്സ്, അതായത് യൂറോപ്പിൽ നിന്ന് വന്ന വൈദികർ, ഈശോസഭക്കാരായ വൈദികർ സ്ഥാപിച്ച വലിയൊരു വീനിയാടുണ്ട്. അത് മുന്തിരിത്തോട്ടവും അവരുടെ ഒരു വൈൻ സെല്ലാറുമുണ്ട്. ഈ ജെസ്യൂട്ട് വൈദികർ വൈൻ ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പം ഒരത്ഭുതമായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ ഈ യൂറോപ്പിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യം, ക്രിസ്ത്യൻ വൈദികർ അല്ലെങ്കിൽ സന്യാസികൾ താമസിച്ചിരുന്ന മൊണാസ്ട്രികളിലെ അവരൊരു പ്രധാന വരുമാന മാർഗം വൈൻ അല്ലെങ്കിൽ ബിയർ ഉണ്ടാക്കി വിൽക്കുന്നതായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ അതായിരുന്നു ഒരു പ്രധാന തൊഴിൽ. നമുക്ക് അത്ഭുതമായിട്ട് തോന്നിയേക്കാം. കേരളത്തിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഇന്ത്യയിലും മദ്യത്തിനെതിരെ അല്ലെങ്കിൽ മദ്യനിരോധനത്തിന് വേണ്ടി നിരന്തരം വാദിക്കുന്നവരാണ് ക്രിസ്ത്യൻ വൈദികർ. പക്ഷേ യൂറോപ്പിൽ ഇത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് പലതും ഈ സന്യാസി മഠങ്ങളിലാണ്. ഈ ബിയർ എന്ന് പറയുന്ന പാനീയം തന്നെ രൂപം കൊടുത്തത് പല രാജ്യങ്ങളിലെയും ജർമ്മനിയിലും ഒക്കെയുള്ള ഇത്തരം സന്യാസി മഠങ്ങളിലെ വൈദികരോ സന്യാസിമാരുമാണ്. നോമ്പ് കാലത്ത് മറ്റു ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി കഴിക്കാൻ കഴിയുന്ന ഒരു പാനീയമായിട്ട് അവർ ബിയറിനെ വികസിപ്പിച്ചെടുക്കുക ചെയ്തത്. മിക്കവാറും ചിലപ്പോൾ അന്ന് ഇന്നത്തെ അത്ര ലഹരിയുള്ള ബിയർ ആയിരുന്നിരിക്കണമെന്നില്ല. പക്ഷേ നോയമ്പ് കാലത്ത് കഴിക്കാൻ കഴിയുന്ന ഒരു പാനീയം എന്ന മട്ടിൽ രൂപം കൊണ്ട സാധനമാണ് ഈ ബിയർ. അത്തരത്തിൽ സന്യാസി മഠങ്ങളിൽ ഇന്നും ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന പല സന്യാസി മഠങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. സഞ്ചാരത്തിൻ്റെ പല എപ്പിസോഡുകളിൽ അത് കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ബെക്കാവാലിയിൽ ജെസ്യൂട്ട് സന്യാസിമാർ 1857 ഇവിടെ ഒരു ഗുഹയ്ക്കകത്ത് വലിയൊരു സെല്ലാർ സ്ഥാപിച്ചു. അവർക്ക് മുന്തിരി കൃഷിയുണ്ടായിരുന്നു. ആ മുന്തിരി കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്ന മുന്തിരി മുഴുവൻ അവർ വൈനാക്കി മാറ്റി. അത് യൂറോപ്പിലേക്ക് കയറ്റി അയച്ചു.
വലിയ പ്രചാരം നേടി, വലിയ സമ്പത്തുണ്ടാക്കി ഈ സന്യാസിമാരെ. അപ്പോൾ അതിനുള്ളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇന്ന് അതൊരു വേറൊരു കമ്പനി മറ്റാണ് നടത്തുന്നത്. ഞങ്ങളങ്ങ് കയറി ചെല്ലുന്നു. അവിടെ വലിയ മനോഹരമായ റിസപ്ഷനുണ്ട്. അവിടെ നിരവധി ബ്രാൻഡ്, ഇവരുണ്ടാക്കുന്ന നിരവധി ബ്രാൻഡിലുള്ള വൈനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ക്ലാസ് തരും. കൂടാതെ അവർ വീഡിയോ ഓഡിയോ പ്രസൻറ്റേഷനുണ്ട്. ഈ വൈൻ സെല്ലാറിൻ്റെ ഉൽപ്പത്തി, പരിണാമം, ഇന്ന് അവിടെ അവരെങ്ങനെയാണ് ഇത് സെല്ലാറിൽ സൂക്ഷിക്കുന്നത്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. 11 ഡിഗ്രി മുതൽ 14-15 ഡിഗ്രി വരെയുള്ള ഒരു സെൽഷ്യസ് ഉള്ള സ്ഥലത്ത് ഈ വൈൻ ഉണ്ടാക്കിയതിന് ശേഷം സൂക്ഷിക്കണം, പ്രിസർവ് ചെയ്യണം, അത് ഏജ് ചെയ്യണം. അതിന് ആ വെതറാണ് ഏറ്റവും നല്ലതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിക്കടിയിലെ, ഈ ഭൂമിക്കുള്ളിലെ, ഈ മലകളിലേക്കുള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന ഗുഹകൾക്കുള്ളിൽ വലിയ കാസ്കുകളിൽ, ഓക്കിൻ്റെ കാസ്കുകളിൽ ഈ വൈൻ സൂക്ഷിക്കുന്നത്. അതിനകത്ത് കിടന്ന് ഒന്ന് പ്രോസസ്സ് ചെയ്ത് കുറച്ച് കാലം അതിനകത്ത് കിടന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫ്ലേവറിലേക്ക് എത്തും. മരത്തിൻ്റെ ഒരു ഫ്ലേവറുള്ള ഏറ്റവും രുചികരമായൊരു വൈനായി മാറും അത്രേ. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സൂക്ഷിക്കുന്നത്. അങ്ങനെ ആ സെല്ലാറുകളുടെ കാഴ്ചയൊക്കെ വീഡിയോ പ്രസൻറ്റേഷനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഈ സെല്ലാറിലേക്ക് കൊണ്ടുപോകും. സെല്ലാർ എന്ന് പറയുന്നത് ഗുഹയാണ്. ഈ മലയിലേക്കുള്ളിലേക്ക് നീണ്ടു കിടക്കുന്ന ഏതാണ്ട് 2 കിലോമീറ്റർ നീളമുള്ള ഗുഹാ സമുച്ചയമാണത്. പല വഴിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് റോമൻ കാലഘട്ടത്തിൽ ഈ ഗുഹകളുണ്ടായിരുന്നു അത്രേ. റോമക്കാർക്ക് മുമ്പ് ഇത് പ്രകൃതിദത്തമായൊരു ഗുഹയുണ്ടായിരുന്നു. പക്ഷേ റോമാക്കാർ 2000 കൊല്ലം മുമ്പ് ആ ഗുഹയൊന്ന് വിപുലീകരിച്ചു. അവരും മിക്കവാറും ഇത് വൈൻ സൂക്ഷിക്കാനോ വൈൻ പ്രോസസ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. പിന്നീട് റോമൻ കാലത്തിന് ശേഷം ഈ പ്രദേശമെല്ലാം കാട് പിടിച്ചു പോയി. അതിനുശേഷം 1857 ഈ ജസ്യൂട്ട് പുരോഹിതന്മാർ ഇവിടെ വന്ന് കൃഷിയൊക്കെ ആരംഭിച്ചതിന് ശേഷമാണ് അവർ ഈ ഗുഹ കണ്ടെത്തുന്നത്. അവർ ഈ ഗുഹയെ വീണ്ടും ഒന്ന് വിപുലീകരിച്ചു. 1-ാം ലോക മഹായുദ്ധകാലത്താണ് ഇതിന് ഏറ്റവും വിപുലമായിട്ട് അതിനെ മാറ്റിയത്. കാരണം ഈ യുദ്ധകാലത്ത് ഒരാക്രമണം ഉണ്ടായാൽ ഇവർക്ക് വസിക്കാനുള്ള ഒരു സ്ഥലവും കൂടിയായിട്ട് ഇതിനെ വിപുലീകരിച്ചെടുത്തു. അങ്ങനെ അതിബൃഹത്തായൊരു ഗുഹാ സമുച്ചയമായി മാറി. പിന്നീട് യുദ്ധത്തിന് ശേഷം അത് മുഴുവൻ വൈൻ ഉണ്ടാക്കാനും വൈൻ പ്രോസസ്സ് ചെയ്യാനും വൈൻ സൂക്ഷിക്കുന്ന സെല്ലാറുകളും ഒക്കെ ആയിട്ട് അതിനെ മാറ്റി. അതിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അധികം വെളിച്ചമില്ല. ഈ 0 വാട്ട് ബൾബ് പോലത്തെ ബൾബൊക്കെ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം കണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കവിടെ വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന വൈനുകളുടെ സാമ്പിളുകൾ രുചിക്കാം. നമ്മൾ രുചിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ ഇത് രുചിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഈ രുചിച്ച് ഇഷ്ടപ്പെട്ട വൈൻ 2, 3, 4 ബോട്ടിലുകൾ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു അനുഭവം കൂടെ കൊടുക്കുകയാണ്. വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ, ആ പ്രകൃതിയുടെ, അതിൻ്റെ അധ്വാനത്തിൻ്റെ ഒക്കെ അനുഭവത്തിനൂടെ ശേഷം ഇത് വാങ്ങുമ്പോൾ അതിന് കുറച്ച് കൂടിയ വില കൊടുത്താണെങ്കിൽ ആളുകൾ വാങ്ങും. അങ്ങനെ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നതും കാണാം നമുക്ക്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും യാത്രയാണ്. ബെക്കാവലിയിലെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങൾ, 2 വശത്തും ധാരാളം കൃഷിയിടങ്ങൾ, നല്ല സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ്. പക്ഷേ ഇന്ന് ഈ കൃഷിയിടങ്ങളിൽ നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഈ കൃഷിയിടങ്ങളിൽ പലതിലും കൃഷി നടക്കുന്നില്ല. പകരം ഈ കൃഷിയിടങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഉടമകൾക്കുള്ള വരുമാനം വേറെ ചിലതാണ്. എന്താണെന്നറിയോ? അപ്പോഴാണ് നമ്മൾ ഈ കൃഷിയിടങ്ങളിൽ ചില കാഴ്ചകൾ കാണുന്നത്. ചാക്ക് കൊണ്ട്, ഈ ബോർഡിന് ഉപയോഗിക്കുന്ന ഫ്ലെക്സ് കൊണ്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഒക്കെ പണിത മറച്ചു കെട്ടിയ നിരവധി കൂടാരങ്ങൾ. ഇതെല്ലാം അഭയാർത്ഥികളുടെ കൂടാരങ്ങളാണ്. സിറിയയിൽ 2011-നും 2015-നും ഇടയിൽ നടന്ന ആ ഭീകരമായ ആഭ്യന്തര യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ISIS അവിടെ പിടിമുറുക്കുന്നു, ബാഷർ അൽ അസദിൻ്റെ ഭരണം തകരുന്നു, തീരാറാവുന്നു, അവരുടെ പട്ടണങ്ങളോ അലപ്പോ, ഡമാസ്കസ് ഒക്കെ വീഴുന്നു, അവിടെയെല്ലാം നിരന്തരം ബോംബാക്രമണങ്ങൾ നടക്കുന്നു, മിസൈലുകൾ വന്ന് പതിക്കുന്നു, ജനവാസയിടങ്ങൾ തകരുന്നു, ബാങ്കുകൾ, വ്യവസായശാലകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ എല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്നു. സിറിയയിലെ സമ്പന്നർ പോലും ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒന്നുമില്ലാത്തവരായി പോകുന്നു. കുടുംബാംഗങ്ങൾ ചിന്നിച്ചിതറി മരിച്ചു വീഴുന്നു, കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്നു, കൂട്ടറേപ്പുകൾക്ക് വിധേയമാകുന്നു. ലോകത്ത് ഇത്രയേറെ ദുരിതം അനുഭവിച്ചൊരു ജനസമൂഹം വേറെ അധികം ഉണ്ടാവും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ബാഷർ അൽ അസദിനെക്കുറിച്ചും അവിടെ ഈ ഭീകരതാണ്ഡവമാടിയ ISIS കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആ ജനത്തെയെല്ലാം നമ്മൾ ആരോപണ വിധേയരാക്കുകയാണ്. അവരുടെ ചേർന്ന് ഒരു തോന്നിയാസത്തിൻ്റെ ഫലമാണിതെന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളായിരുന്നു, ഞാനായിരുന്നു അവിടെ ജീവിച്ചതെങ്കിൽ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്നു, നമ്മൾ മനുഷ്യരെ ഉപദ്രവിക്കാതെ നമ്മുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് നടത്തി ജീവിക്കുന്നു. സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു, ആശയധാരകൾ വ്യത്യസ്തമായതിൻ്റെ പേരിൽ ഭരണത്തിനെതിരെ പോരാട്ടം തുടരുന്നു, അവിടെ തെരുവുകളിൽ കലാപം ആരംഭിക്കുന്നു, ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു.
മിസൈലുകൾ വന്ന് പതിക്കുന്നു, റോക്കറ്റുകൾ വന്ന് പിടിക്കുന്നു. ഗവൺമെൻറ് സൈന്യം വിക്ഷേപിക്കുന്ന മിസൈലും നമ്മൾ താമസിക്കുന്നിടത്ത് വന്ന് വീഴാം. ശത്രു ഏത് മിത്രമേതെന്ന് ഈ രണ്ട് സൈന്യത്തിനും തിരിച്ചറിയാൻ കഴിയില്ല. സാധാരണക്കാരാണ് അനുഭവിക്കുന്നത് മുഴുവൻ. എത്രയോ ആയിരം ആളുകൾ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ഭാര്യമാർ, എത്രയോ ഭർത്താക്കന്മാർ, എത്രയോ മാതാപിതാക്കൾ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ കൊല്ലപ്പെട്ടു. അവസാനം സർവ്വതും നഷ്ടപ്പെട്ടു. ബാങ്കുകൾ പൊട്ടി തകർന്നു. ബാങ്കിൽ കിടന്ന പണം എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ആ ബാങ്ക് തന്നെ ഇല്ലാതായിപ്പോയി. അവിടെ വ്യവസായം ഇല്ലാതായി. വീട് ബോംബിങ്ങിൽ തകർന്നു. ഇനി അവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തുമ്പോൾ ഈ പാവങ്ങൾ എന്തു ചെയ്യും? ജീവനം കൊണ്ട് നിലനിൽക്കാൻ കഴിയുന്ന, തൊട്ടടുത്ത് നടന്നു പോകാവുന്ന അല്ലെങ്കിൽ ഓടിയെത്താവുന്ന ഒരയൽരാജ്യം എന്ന നിലയിൽ ലെബനോൻ്റെ അതിർത്തിയിലേക്ക് ഇരച്ചെത്തുകയാണ് പതിനായിരങ്ങൾ. അവർക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? കയ്യിലുള്ള ജീവൻ അല്ലെങ്കിൽ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഒന്നോ രണ്ടോ പേര് ഇവരെങ്കിലും ഇനി ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ അതിർത്തി കടക്കുകയാണ്. എങ്ങോട്ടെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ. തൊട്ടടുത്തുള്ള ഏക പ്രതീക്ഷ ലെബനോൻ എന്ന് പറയുന്ന ആ രാജ്യമാണെങ്കിൽ അവർ അതിർത്തിയിലേക്ക് ഇരച്ചെത്തുകയാണ്. ഒരു വിസയുമില്ല, ഒരു പെർമിറ്റുമില്ല. ഈ സിറിയയിൽ നിന്നാണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ കാണിക്കുന്നവരെല്ലാം കയറി വരൂ എന്ന് പറഞ്ഞ് ലെബനോൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടുകയാണ്. അങ്ങനെ വന്നവർ ഒരു ഗതിയും പരഗതിയുമില്ലാതെ, നാളെ എന്തെന്നറിയാതെ, അടുത്ത നേരത്തെ ഭക്ഷണം എവിടെയെന്നറിയാതെ, നാളെ ധരിക്കാനുള്ള വസ്ത്രം എവിടെയെന്നറിയാതെ കയറി വന്നവർ അവരുടെ കയ്യിൽ അവശേഷിച്ച കുറച്ച് സിറിയൻ തുട്ടുകളുണ്ടായിരുന്നിരിക്കാം, വീട്ടിലോ പേഴ്സിലോ ഉണ്ടായിരുന്നത്. അതുമായിട്ട് വരുമ്പോൾ ആ ബെക്കാവാലിയാണ് പിന്നെ കയറി വരുന്ന ആദ്യത്തെ സ്ഥലം. അവിടെ കണ്ട കൃഷിയിടങ്ങളിൽ, കൃഷിയുടെ ഓരങ്ങളിൽ അവർ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങി. അത് ഒന്നും രണ്ടും അല്ല, 1000 10,000 അല്ല. ഈ 4-5 കൊല്ലം കൊണ്ട് വന്നത് 10 ലക്ഷം ഇത്തരം അഭയാർത്ഥികളാണ്. അത്യാവശ്യം കാശുള്ളവർ, ആ നാട്ടിൽ ഇപ്പോഴും സമ്പത്തുണ്ടായിരുന്നവർ, ആ സമ്പത്തിനെ പണമാക്കി മാറ്റാൻ കഴിഞ്ഞ ബുദ്ധിശാലികൾ എന്ത് ചെയ്തു? ലെബനോനിലേക്ക് വന്ന് അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്കെടുത്തു, കെട്ടിടങ്ങൾ വാങ്ങി. അനധികൃതമായിട്ടാണെങ്കിലും ചില കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടുത്തെ സമ്പത്തിനെ ഡോളറുകളാക്കി കിട്ടിയ സമയം കൊണ്ട് മാറ്റി ദീർഘവീക്ഷണത്തോടെ ചെയ്ത കുറേയേറെ സമ്പന്നരുണ്ട്. എന്നാൽ അത്ര ദീർഘവീക്ഷണമില്ലാത്തവരോ അത്ര പണമില്ലാത്തവരോ ദരിദ്രരെല്ലാം വന്ന് ഈ കൃഷിയിടങ്ങളുടെ ഓരങ്ങളിൽ കിട്ടിയ പടുതയും കിട്ടിയ ചാക്കും കൊണ്ട് മറച്ച് തണുപ്പ് കാലത്ത് കൂനിക്കൂടി അവിടെ നിന്ന് കിട്ടിയ വിറകും കത്തിച്ച് കുത്തിയിരുന്നു. ഈ കർഷകരെന്ത് ചെയ്തു? അവരുടെ അടുത്തുനിന്ന് കിട്ടിയ പണം വാങ്ങിച്ചെടുത്ത് അവിടെ കൂടാരമടിക്കാനുള്ള അനുവാദം കൊടുത്തു. പഴകിയ ചാക്കുകളും പ്ലാസ്റ്റിക്കുകളും വേസ്റ്റ് തടിയും ഒക്കെ കൊടുത്തു. അതുകൊണ്ട് അവർ ചെറിയ ചെറിയ ചെറ്റപ്പുരകളുണ്ടാക്കി. പുര എന്ന് പറയാൻ പറ്റില്ല, കൂടാരങ്ങളുണ്ടാക്കി. ഈ കൂടാരങ്ങളിൽ താമസിക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ട് ആ കൃഷിയിടങ്ങളിൽ രാപകൽ പണിയെടുക്കണം. ഭാര്യയും ഭർത്താവും അവിടെ സ്കൂളിൽ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന, ഇന്ന് സ്കൂളില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഈ കൂടാരത്തിൽ കഴിയുന്ന 6-7 വയസ്സ് മുതലുള്ള കുട്ടികളും രാപകൽ ഈ കൃഷിയിടത്തിൽ പണിയെടുക്കണം. അങ്ങനെയാണ് ഈ അഭയാർത്ഥികൾ അവിടെ ജീവിച്ചു പോകുന്നത്. നാളെ എന്തെന്നറിയില്ല, ഈ കുട്ടികളുടെ ഭാവി എന്തെന്നറിയില്ല. ഈ കുട്ടികളിൽ പലരും നാളെ ഇതേപോലെ തന്നെ ഈ ബോംബുമായി, ഈ തോക്കുമായി നടക്കുന്ന ആളുകളിൽ ഒരാളായി മാറുമെന്നുള്ള ആശങ്കയിലാണ് ഈ മാതാപിതാക്കൾ. നമ്മൾ ഈ അഭയാർത്ഥികളെ ആകെ ഇവിടെ ഇരുന്ന് പരിഹസിക്കുമ്പോൾ, അഭയാർത്ഥികളെ ആകെ കയറ്റിവിടുന്നതാണ് ഈ നാടിൻ്റെ ശാപമെന്ന് നമ്മൾ പലരും പ്രഖ്യാപിക്കുമ്പോൾ, ഈ അഭയാർത്ഥികളിൽ ഒരാളായി ആ സാഹചര്യത്തിൽ നമ്മളും പെട്ടുപോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്. നമ്മളീ പോകുന്ന വഴിയുടെ 2 ഓരങ്ങളിലും ഇത്തരം കൂടാരങ്ങളാണ്. ഒരു സൗകര്യങ്ങളുമില്ലാത്ത കൂടാരങ്ങൾ. ഇതിൽ ബഹുഭൂരിപക്ഷം ഈ കൂടാരങ്ങൾക്ക് വെള്ളം ലഭ്യമല്ല. കിലോമീറ്ററുകൾ അകലെ ഈ കുഞ്ഞുങ്ങളും ഈ സ്ത്രീകളും ഒക്കെ നടന്ന് ചെറിയ ഈ കന്നാസുകളിൽ ശേഖരിച്ചു കൊണ്ടിരുന്ന വെള്ളം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. പട്ടിണിയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ നിർവാഹമില്ല. ഒരു ടെൻറ്റിനും കൂടാരത്തിനും ടോയ്ലറ്റില്ല. ഓർക്കണം, സ്ത്രീകൾ, കുട്ടികൾ, യുവതികളൊക്കെയുണ്ട്. ഇവർക്ക്, സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സമയം രാത്രിയാണ്. അവർ ഈ കൃഷിയിടങ്ങളുടെ ഓരങ്ങളിൽ കുഴികൾ കുത്തി, അതാണ് അവരുടെ ടോയ്ലറ്റുകൾ. ഇങ്ങനെയാണ് ജീവിതം. കൂട്ടിയ തണുപ്പ് കാലമുണ്ട്. ഒരു നവംബർ മുതൽ ഒരു ഫെബ്രുവരി, മാർച്ച് മാസം വരെ നീണ്ടുന്ന കൊടിയ തണുപ്പ് കാലം. ആയിരങ്ങൾ ഈ തണുപ്പടിച്ച് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു വീണു ഈ കൂടാരങ്ങളിൽ. ഈ 2011-നും 2015-നും ഇടയ്ക്ക് നമ്മളറിയാതെ പോയ സംഭവങ്ങളാണ്. ഞാനീ സഞ്ചരിക്കുന്ന 2014 ഇതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായൊരു കാലത്താണ്. ഈ സമയത്തെല്ലാം മനുഷ്യൻ്റെ വേദന കാണാതെ, ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന യാതനകൾ അറിയാതെ, അവരുടെ കണ്ണുനീരറിയാതെ, ആ കുഞ്ഞുങ്ങളുടെ കഥനമറിയാതെ വാദിക്കുന്നവരും പോരടിക്കുന്നവരും ബോംബ് പൊട്ടിക്കുന്നവരും ഉണ്ടായിരുന്നു. ഓർക്കണം, ഈ കഥനത്തിൻ്റെ, ഈ കണ്ണുനീരിൻ്റെ കഥകളും കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഞാൻ സഭയും ഇങ്ങനെ സഞ്ചരിക്കുന്നത്.
സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 66600. സന്ദർശിക്കൂ sanjaram.com.